ലാലേട്ടൻ നമ്മുടെ സാബുമാനോട് മോനെ എങ്ങനെയുണ്ടായിരുന്നടാ ക്യാപ്റ്റന്മാര്? പരാജയമായിരുന്നോ അതോ വൻ പരാജയമായിരുന്നോ? എടുത്ത വായി സാബുമാൻ വൻ പരാജയമായിരുന്നു ലാലേട്ട എന്ന്. ഞാൻ സത്യം പറഞ്ഞ സാബുമാൻ അങ്ങനെ പറയുമെന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല. പരാജയം എന്നൊക്കെ സാബുമാൻ പറയുമെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. പക്ഷെ വൻ പരാജയമായിരുന്നു എന്നുള്ള സത്യം സാബുമാൻ പറയുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല കേട്ടോ. അപ്പൊ എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ 7 പുതിയ പ്രൊമോ വന്നിട്ടില്ലേ? നമുക്ക് ആ പ്രൊമോയെ പറ്റി ഒന്ന് സംസാരിക്കാം. അപ്പോൾ ലാലേട്ടൻ വരുന്നു. ലാലേട്ടൻ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ക്യാപ്റ്റന്മാര്? അനീഷേ പറ മോനെ. അനീഷേട്ടൻ എണീറ്റിട്ട് ഇത്ര നാൾ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും മോശം ക്യാപ്റ്റൻസി ആയിരുന്നു ലാലേട്ട എന്ന് അനീഷേട്ടൻ പിന്നെ എല്ലാ ആഴ്ച ഇത് പറയുന്നതാണ്, അതുകൊണ്ട് പിന്നെ പുതുമയൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷാനവാസ് വന്നു കേട്ടോ. അത് പറയണം, അതാണ് മെയിൻ കാര്യം. ഷാനവാസിനെ കാണിക്കുന്നുണ്ട് രണ്ടാമത് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രൊമോയ്ക്കകത്ത്. നമ്മൾ അറിഞ്ഞ കാര്യമാണ്, രണ്ടാമത്തെ ദിവസം ഷാനവാസിനെ കൊണ്ടുവന്നുള്ള കിംബദന്തികൾ. പ്രത്യേകിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ആദിൽ എണീറ്റ് നിന്ന് സംസാരിക്കുമ്പം സൈഡിലായിട്ട് നമ്മുടെ ഷാനവാസിന്റെ കണ്ണ് കണ്ടു എന്നും പറഞ്ഞിങ്ങനെ പരക്കുന്നുണ്ടായിരുന്നല്ലോ. ഓൾറെഡി അത് കൺഫേം ആയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രൊമോയിൽ വ്യക്തമായിട്ട് ഷാനവാസിനെ കാണിക്കുന്നുണ്ട്. ഷാനവാസ് എണീറ്റ് നിന്നിട്ട് ലാലേട്ടാ വളരെ മോശമായിരുന്നു ലാലേട്ടാ, വളരെ മോശം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ലാലേട്ടൻ സാബുമാനോട് ചോദിക്കുന്നത്, മോനെ പരാജയമായിരുന്നോ അതോ വൻ പരാജയമായിരുന്നോ? സാബുമാൻ ഒട്ടനെ വൻ പരാജയമായിരുന്നു ലാലേട്ട. വൻ പരാജയം എന്ന് പറഞ്ഞാൽ വൻ പരാജയം ലാലേട്ട. ആ ഒരു മോഡിലാണ് സാബുമാൻ പറയുന്നത്. ഈ കഴിഞ്ഞ ആഴ്ചയിലെ എല്ലാ എപ്പിസോഡും കംപ്ലീറ്റ് ലൈവും കണ്ടവർക്കറിയാം, ഏറ്റവും കൂടുതൽ ഈ 3 ചേട്ടന്മാർ, നമ്മുടെ ക്യാപ്റ്റന്മാർ 3 പേരും കുത്തിയിരുന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് സാബുമാൻ. അല്ലെങ്കിൽ അവരുടെ വാക്കുകളിൽ എവിടെയൊക്കെയോ പോയി വീണ് കൊടുത്തൊരു വ്യക്തിയാണ് സാബുമാൻ. പക്ഷെ ഇടയ്ക്കൊക്കെ സാബുമാൻ മനസ്സിലാവുകയും ചെയ്തു ഇവന്മാർ ഉടായിപ്പാണ് 3 എന്ന്. അത് സാബുമാൻ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ആ മനുഷ്യൻ പറയുന്നത് വൻ പരാജയമായിരുന്നു ലാലേട്ട എന്ന്. സത്യം പറഞ്ഞാൽ ഞാനും കണ്ടതിൽ വെച്ച് ഈ ബിഗ് ബോസ് ഇപ്പൊ 7 വർഷമായി. ഈ 7 വർഷം നമ്മൾ നോക്കിയാലും ക്യാപ്റ്റൻ, മോശമായിട്ടുള്ള ക്യാപ്റ്റൻ, ഇവന്മാരെക്കാട്ടിലും കൂടുതലുള്ള ക്യാപ്റ്റൻ വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ 3 പേരെ, അതായത് ഒരാഴ്ചയിൽ തന്നെ 3 പേരെ ക്യാപ്റ്റൻ ആക്കിയിട്ട് അതിൽ ഏതെങ്കിലും ഒരുത്തൻ ഇച്ചിരി നന്നായിട്ട് ചെയ്യും എന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ 3 ഒന്നിന് കുളം കലക്കികൾ, ഒരു തേങ്ങയ്ക്കും കൊള്ളാത്തവന്മാർ, അങ്ങനെ തന്നെ പറയണം. ഇല്ലെങ്കിൽ നെവിൻ്റെ ചെറ്റത്തരങ്ങൾ അക്ബറിനോ ആര്യനോ സ്റ്റോപ്പ് ചെയ്യായിരുന്നു, ചെയ്തില്ല. ആര്യൻ പിന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയല്ലേ മറ്റേ വെള്ളമൊക്കെ ഒഴിച്ചു കഴിയുമ്പോഴത്തേക്ക്. ആര്യനെ കൊണ്ട് അതേ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് അക്ബറിനത് പറഞ്ഞ് നിർത്തിക്കായിരുന്നു. അക്ബർ അതിന് ശേഷം ആ ഒരു പ്രവൃത്തിയൊക്കെ നമ്മുടെ അനുമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം അക്ബർ നെവിനോട് പറയുന്നുണ്ട്, മോനെ ഇതിൻ്റെ പേര് വരുന്ന ഭവിഷ്യത്തൊക്കെ നീ ഏറ്റെടുത്തോണം എന്ന് പറയുന്നുണ്ട്, ഇല്ലാന്നൊന്നും അല്ല. പക്ഷെ അവൻ ആ ഒഴിച്ച സമയത്ത് തന്നെ അക്ബർ നല്ല കാനത്ത ഫയറോടുകൂടി ഇങ്ങോട്ട് വന്നിട്ട് ഇവനെ പിടിച്ച് പൊരിച്ചായിരുന്നെങ്കിൽ അക്ബറിന് നല്ല ഗംഭീര ബൂസ്റ്റ് കിട്ടിയേനെ ഇല്ലേ? പക്ഷെ അതൊന്നും ആസ് എ ക്യാപ്റ്റൻ ചെയ്തില്ല. അവിടെ അക്ബർ ഒരു തോൽവിയായിപ്പോയി, അങ്ങനെ തന്നെ പറയണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരാഴ്ച 3 ക്യാപ്റ്റന്മാരെ ആക്കിയിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത്രയും വർഷം ഉണ്ടായിരുന്ന ബിഗ് ബോസിന്റെ എല്ലാ സീസണും എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും തോൽവിയായി പോയ ഫസ്റ്റ് നമുക്കൊരു കാര്യം പറയണം, ഇതുവരെയായിട്ടും 3 പേരെ അങ്ങനെ ഒരാഴ്ച ക്യാപ്റ്റൻ ആക്കിയിട്ടില്ല. പക്ഷെ എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്കിടെ 3 പേരിൽ ഏതെങ്കിലും ഒരുത്തൻ, ഞാനത് വീണ്ടും പറയുന്നത്, ഏതെങ്കിലും ഒരുത്തൻ ഏറ്റവും, എനിക്ക് തോന്നുന്നു ഈ ഇത്രയും സീസൺസ് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും നല്ല ക്യാപ്റ്റൻസി കാഴ്ചവെക്കാൻ പറ്റിയ ആഴ്ചയായിരുന്നു ഇത്. ഏതെങ്കിലും ഒരുത്തൻ നന്നായിട്ട് നിന്നായിരുന്നെങ്കിൽ ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ കൊള്ളാമെന്ന് പറയായിരുന്നു. ഇത് 3 കൊള്ളത്തില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ എത്തിച്ചു ഇവന്മാർ 3 പേരും കൂടെ. സാബുമാൻ അത് പറയുന്നുണ്ട്. അതിനുശേഷം അനുമോൾ പറയുന്നുണ്ട്, ഞാൻ ഇവരെ 3 പേരെയും ക്യാപ്റ്റനായിട്ട് കണ്ടിട്ട് പോലും ഇല്ല ലാലേട്ട എന്ന് അനുമോൾ പറയുന്നുണ്ട്. സത്യസന്ധമായിട്ട് അനു പറഞ്ഞ കണക്കാണ് എനിക്ക് തോന്നി. അനുമോൾ അങ്ങനെ 3 പേരെയും ക്യാപ്റ്റനായിട്ട് അംഗീകരിക്കുകയോ അവന്മാർ പറയുന്ന കാര്യത്തിനൊരു വില കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. നിങ്ങൾ പറ, അതിൻ്റെ ആവശ്യമുണ്ടോ? അവന്മാർക്ക് വില കൊടുക്കേണ്ട എന്തെങ്കിലും മാങ്ങാട്ടി അവന്മാരവിടെ ചെയ്തിട്ടുണ്ടോ? എനിക്കറിഞ്ഞൂടാ. പിന്നെ വേറൊരു കാര്യം നമ്മളിവിടെ പറയേണ്ടതായിട്ടുണ്ട്. ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ആയിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച മൊത്തം. അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണം ഉണ്ടാക്കാൻ ലേറ്റ് ആക്കിയ ആ ഒരു പ്രശ്നമുണ്ടല്ലോ, അവന്മാരും ബാക്കിയുള്ളവരെ പോലെ തന്നെ ടയേർഡായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇച്ചിരി പണിയെടുക്കാനൊക്കെ ലേറ്റ് ആവൂടെ. ആ ഒരു കേസിൽ നമുക്കൊരു കൺസെഷൻ അവന്മാർക്ക് കൊടുക്കാം. അവന്മാർ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ പേരിലാണ് ഈ കഴിഞ്ഞ ആഴ്ച മൊത്തം വഴക്കുണ്ടായത്. പക്ഷേ അവന്മാരും ബാക്കിയുള്ളവരെ പോലെ അവന്മാർക്കും ശരീരത്തിന് പ്രശ്നങ്ങൾ വരും. അത് വേണമെങ്കിൽ ഒരു പോയിന്റ് മാത്രം ആ ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് കുറേ പ്രശ്നങ്ങളും ഉണ്ട് ഇവന്മാരുടെ ഈ കാര്യത്തിൽ. 3 പേരും, ഒരാൾ മാറിയിരിക്കുക അല്ലെങ്കിൽ 2 പേര് വയ്യാതെ മാറിയിരിക്കുമ്പോൾ ഒരാൾക്ക് പണിയെടുക്കാം. ഒരാൾ പണിയെടുത്ത് കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ അടുത്താക്കും അത് ചെയ്യാം. കാരണം ഇത്രയും പേർക്കും കഴിക്കണ്ടേ.
അവന്മാരല്ലേ ചാടിക്കേറി ക്യാപ്റ്റൻ ഞങ്ങൾ തന്നെ കിച്ചൺ ഭരിക്കും എന്നും പറഞ്ഞ് ചാടിക്കേറി ചെന്നത്. അപ്പം മര്യാദയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതും പോട്ടെ, അവന്മാർ ഉണ്ടാക്കി കൊടുക്കുന്നത് വേണ്ട, പോട്ടെ, വയ്യ, തീരെ വയ്യ. പക്ഷെ അവന്മാരുടെ അവന്മാരോടെ വയറ് അത്യാവശ്യം നന്നായിട്ട് തന്നെ നിറയ്ക്കുന്നുണ്ടായിരുന്നു. ലാലേട്ടൻ ഇന്നലെ ചോദിച്ചാണെങ്കിൽ മറ്റേ പാലും ബ്രെഡും ഒക്കെ തിന്നുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ കൊടുക്കായിരുന്നു. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, എല്ലാം പറയണമല്ലോ പറയുമ്പോൾ. അപ്പോൾ എന്താണെങ്കിലും അനുമോൾ വില കൊടുക്കാത്തതിനകത്ത് എനിക്ക് മുത്തരിയൊന്നും തോന്നില്ല. പിന്നെ ആദിലയാണ് എണീക്കുന്നത്. അതിലെണീറ്റിട്ട് പറയുന്ന ഡയലോഗാണ് സൂപ്പർ ഡയലോഗ്. 3 പാഴ്മരങ്ങൾക്ക് തുല്യമായിരുന്നു ലാലേട്ടാ ഇവന്മാര് 3 പേര് വന്നൊരു ഡയലോഗ് ആദിലടിച്ചപ്പം സത്യം പറഞ്ഞ നെവിനും അക്ബറും ആര്യനും അങ്ങ് ഇല്ലാതെയായിപ്പോയി. ലാലേട്ടൻ തന്നെ അങ്ങ് അയ്യോ പാഴ്മരങ്ങളെ എന്നുള്ളൊരു മൂഡായിപ്പോയി ലാലേട്ടനും. അതിനുശേഷം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഒരാൾ പോലും നല്ലത് പറയുന്നില്ലല്ലോ അക്ബറിനോടാ പറയുന്നത്. അക്ബറെ മൊന്നെ, ഒരാൾ പോലും നല്ലത് പറയുന്നില്ലല്ലോടാ, എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തല്ലേ നിന്നെ ഞാൻ പിടിച്ച് ക്യാപ്റ്റൻ, പക്ഷെ എന്തെങ്കിലും ഒരു ഇച്ചിരിയെങ്കിലും നന്നാക്കാറുന്നല്ലോ നിനക്കെന്നുള്ള രീതിയിൽ അക്ബറിനോട് ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അക്ബറിൻ്റെ അണ്ണാക്ക് അടഞ്ഞു പോയി. പിന്നെ നമ്മുടെ പ്രൊമോയിൽ കാണിക്കുമ്പം പക്ഷേ എപ്പിസോഡിൽ നോക്കാം അക്ബർ എന്തെങ്കിലുമൊക്കെ തിരിച്ചു പറഞ്ഞ് പിടിച്ച് നിൽക്കുമായിരിക്കും. കാരണം അക്ബറിന് അതിനുള്ളൊരു കഴിവുണ്ട്. അക്ബർ സത്യം പറഞ്ഞാൽ ഈ ഓരോരുത്തന്മാരെ കൂടെ പിടിച്ചു നിർത്തുന്ന പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് നിർത്തിക്കഴിഞ്ഞാൽ തന്നെ അക്ബർ കുറച്ചുകൂടെ ബൂസ്റ്റപ്പ് ആകും. അക്ബർ ഈ പിടിച്ച് നിർത്തുമ്പം കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്, അക്ബറിനും അതിനകത്തുനിന്ന് കണ്ടന്റ് കിട്ടുന്നുണ്ട്. പക്ഷെ അത് ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രശ്നം ആ കൂടെ കയറുന്നവൻ ഏതവനാണോ അവൻ പുറത്താവും. അത് നമുക്ക് മിക്കവാറും ഇന്നത്തോണ്ട് ഏതെങ്കിലും ഒരുത്തം പുറത്തു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്, അറിയത്തില്ല, നമുക്ക് നോക്കാം, എപ്പിസോഡ് വരട്ടെ. പക്ഷെ അക്ബറിന് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എനിക്ക് തോന്നുന്നില്ല. അക്ബറിന് ഇങ്ങനെ ഇപ്പം കഴിഞ്ഞ ആഴ്ച അക്ബർ ഭയങ്കര അടിപൊളിയായിട്ട് പല പോയിന്റുകളും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ആഴ്ച അക്ബറിന് പോയിന്റുകൾ പറയാനില്ല. അക്ബർ എന്ത് പറഞ്ഞാലും അത് തിരിച്ച് അക്ബറിനെ തന്നെ അടിക്കും, ഉറപ്പുള്ള കാര്യം. അക്ബർ എന്ത് പറഞ്ഞാലും, കാരണം ഈ ആഴ്ച കൂടെ ഉണ്ടായിരുന്ന ക്യാപ്റ്റനായിരുന്നു, കൂടെ 2 വേറെ ക്യാപ്റ്റന്മാരും. അവന്മാർ കാണിച്ച തോന്നിവാസങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം പോയിന്റ് ഔട്ട് ചെയ്ത് അവന്മാരെ കനത്തിൽ ആണി വെച്ച് അടിച്ചായിരുന്നെങ്കിൽ അക്ബർ സേഫ് ആയിരുന്നു. അക്ബർ കിടിലൻ ക്യാപ്റ്റൻ ആയിരുന്നെന്ന് അറ്റ്ലീസ്റ്റ് പ്രേക്ഷകരിൽ കുറച്ച് പേരെങ്കിലും പറഞ്ഞേനെ. ഇതിപ്പം ആർക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ അനീഷേട്ടനെ വിടുക, അനീഷേട്ടൻ എല്ലാ ആഴ്ചയും ഒരുത്തരും നല്ലതാണെന്ന് പറയത്തില്ല, അത് വേറെ കാര്യം. പക്ഷേ ആരെങ്കിലും അറ്റ്ലീസ്റ്റ് സാബുമാനെങ്കിലും ചിലപ്പോൾ പറഞ്ഞേനെ. അറ്റ്ലീസ്റ്റ് ഈ വൻ പരാജയത്തിന് വരെ പരാജയമായിരുന്നു ലാലേട്ട. കാരണം അക്ബർ ഇച്ചിരി കൊള്ളായിരുന്നു എന്തെങ്കിലും ആ ചെറുക്കൻ പറഞ്ഞേനെ, മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ആരാ എനിക്ക് തോന്നുന്നു വേറെ ആരും അങ്ങനെ ആരും ഇല്ല പറയാനായിട്ട്. അവരെ അത്രയ്ക്ക് അങ്ങോട്ട് അവരുടെ പ്രവർത്തികൾ ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ആരും അതിനകത്തില്ല. അത് ഉള്ള എല്ലാവരും പോയി. അത് പ്രത്യേകിച്ച് അക്ബറിനെ സ്നേഹിക്കുന്ന എല്ലാവരും അക്ബറിൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ സാബുച്ചേട്ടൻ വന്നപ്പം പഴയ കണ്ടസ്റ്റന്റ് സീസൺ 1 നമ്മുടെ സാബുച്ചേട്ടൻ വന്നപ്പോൾ പറയുന്നില്ലായിരുന്നു, സാബുച്ചേട്ടൻ്റെ ഓപ്പോസിറ്റ് ആര് കിടന്നാലും അയാൾ പുറത്തു പോകുന്നത്. ആ ഒരു സാധനമാണ് എനിക്ക് അക്ബറിനകത്ത് തോന്നുന്നത്. അക്ബറിൻ്റെ കൂടെ ആര് നിന്നാലും പുറത്തേക്ക് അങ്ങ് പോവുക. എനിക്കറിയത്തില്ല അത് എന്താണെന്നൊക്കെ, ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇച്ചിരിയൊക്കെ കുറച്ച് വിശ്വാസങ്ങളൊക്കെ എല്ലാവർക്കും ഇല്ലേ? നിങ്ങൾ പറ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടേ ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യത്തിൽ. അല്ല ഒരുപാടങ്ങ് ഭയങ്കര അങ്ങനൊന്നുമല്ല, എവിടെ ശരിയാണല്ലോ, എന്തോ ഒരു ഉടായ്പ മണക്കുന്നല്ലോ, ആ ഒരു സാധനം, ആ ഒരു സംശയം നമുക്ക് വരും. അപ്പോൾ എന്താണെങ്കിലും പ്രൊമോയിൽ നിന്ന് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പ്രൊമോയിൽ വാട്ടലാണ്. ഞാൻ വിചാരിച്ചു ഇന്ന് അധികം യുവമാരെ 3 വാട്ടെന്ന് ഇന്നലത്തോണ്ട് തീർന്നു. ഇന്നലെ തീർത്തത് നെവിൻ്റെ കേസായിരുന്നു. നെവിൻ ഷാനവാസുമായിട്ടുള്ള ആ ഒരു സാധനവും നെവിൻ അനുമോളുടെ അടുക്ക കാണിച്ച തെമ്മാടിത്തരം, ഇതൊക്കെ ഇന്നലെ സംസാരിച്ച് തീർത്തു. ഇന്ന് ക്യാപ്റ്റൻസി എനിക്ക് തോന്നുന്നു 3 എണ്ണത്തിനെ ഇന്ന് വറക്കുന്ന ദിവസമായിരിക്കും. വേറെ ആരെയും വറക്കാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? അനീഷേട്ടനെ വറക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഈ ആഴ്ച ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒന്നുമില്ല. പിന്നെ അനുമോളുടെ ആണെങ്കിലും ഇന്നലെ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഫേവററ്റിസം ഒന്നും കാണിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. വേറെ പ്രത്യേകിച്ച് ആർക്കും ഇന്നൊന്നും സമ്മാനം കൊടുക്കാനായിട്ടില്ല. 3 ക്യാപ്റ്റന്മാരെ എടുത്തു വെച്ച് വറക്കുന്ന ഒരു പരിപാടി ആയിരിക്കും. അപ്പോൾ എന്താണെങ്കിലും അധികം മണിക്കൂറുകളില്ല എപ്പിസോഡ് നമ്മൾ കാണാനായിട്ട്. ഇനി ബാക്കി എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് പറയാം. ഇനി ഇടയ്ക്ക് അടുത്ത പ്രൊമോ ഇനി ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഇപ്പം ഈ കണ്ട പ്രൊമോ വെച്ചിട്ട് ഇതിനകത്ത് സ്കോർ ചെയ്തിരിക്കുന്നത് സാബുമാനാണ് കേട്ടോ. ഒറ്റ ഡയലോഗ്, പരാജയമൊന്നും അല്ല ലാലേട്ടാ, വൻ പരാജയം. സാബുമാനെ ഞാൻ പ്രതീക്ഷിച്ചു പോലും ഇല്ല. കൊള്ളാം സാബുമാൻ നല്ല കണ്ടസ്റ്റൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല, ബാക്കി ആർക്കും ശല്യമില്ലാത്തൊരു കണ്ടസ്റ്റൻ്റാണ്. ആരെ ഉപദ്രവിക്കണമെന്നുള്ളൊരു മൈൻഡ് ഇല്ലാത്ത ഒരാളാണ്. പുള്ളിക്ക് ഗെയിം പോലും ഒരു പരിധി കൂടുതൽ പിടി കിട്ടിയിട്ടില്ല. മറ്റേ 5 സ്റ്റാർ കഴിക്കുക ആ ഒരു ഐറ്റമാണ്. പക്ഷേ കുഴപ്പമില്ല, വെറുപ്പിക്കുന്നില്ല. പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും നമുക്ക് സാബുമാൻ്റെ ആകെ ആ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് എന്തൊക്കെയോ, അതല്ലാതെ പ്രത്യേകിച്ച് ഈ ആഴ്ച എന്തുവാ ആകെ മറ്റേ കഴിഞ്ഞ ദിവസത്തെ ആ ഷാനവാസിൻ്റെ കേസിലാണോ എന്തിനോ അല്ല, അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം
നമ്മുടെ ആര്യനെ ഒന്ന് മുൾമുനയിൽ നിർത്തി, എടാ നീ മറ്റേ യോഗട്ട് അടിച്ചു മാറ്റിയതിനകത്ത് നീ കഴിക്കുമെന്ന് പറഞ്ഞല്ലടാ, നീ എന്നോട് പറഞ്ഞില്ലടാ എന്ന് പറഞ്ഞ് ഒന്ന് സംസാരിക്കുന്ന അവിടെ മാത്രമാണ് ഞാൻ സാബുമാന്റെ ഒച്ച കേട്ടത്. വേറെ എങ്ങും സാബുമാൻ ഒന്നും മിണ്ടി ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി നീ നേരത്തെ പറഞ്ഞ കണക്ക് പ്രൊമോ വരട്ടെ, പ്രൊമോ വന്നിട്ട് നമുക്ക് ബാക്കി പ്രൊമോ അല്ല നമ്മുടെ എപ്പിസോഡ് വരട്ടെ, എന്തൊക്കെയായിരിക്കും എന്ന് കണ്ടറിയാം. ആരായിരിക്കും പുറത്തു പോകുന്നതെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. അതല്ലാതെ നമുക്കിപ്പോൾ ഒന്നും കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെന്താ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഷാനവാസിക്ക വന്നു, ഹാപ്പി. ഷാനവാസിക്ക അവിടെ നിൽക്കട്ടെ. പുള്ളി ഫൈനൽ 5 അല്ലെങ്കിൽ എന്താ ഇപ്പൊ പോകേണ്ട കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് നെവിന്റെ പാലേറിലൊക്കെ ഷാനവാസ് പുറത്തു പോകേണ്ട ഒരാളൊന്നുമല്ല. പക്ഷേ അറ്റ് ലാസ്റ്റ് പുള്ളിയുടെ ഹെൽത്ത് അത് നന്നായിട്ട് തന്നെ ഇരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇനി എന്തായാലും പുള്ളിയുടെ കാര്യം ചൊറിയാനോ എനിക്ക് തോന്നുന്നു ഒരു പരിധി കൂടുതൽ ഒച്ച വെക്കാൻ പോലും ചെല്ലത്തില്ല. കാരണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പെടലേലിരിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. ഷാനവാസിക്കും അതൊക്കെ നോക്കിയിട്ട് ഇനിയും ടാസ്കുകളൊക്കെ എടുത്താൽ മതി. ഒരുപാട് ഹെൽത്ത് അങ്ങോട്ട് കളഞ്ഞ് അങ്ങനെയുള്ള പരിപാടികൾക്ക് ഇറങ്ങാൻ പോകണ്ട. പിന്നെ എൻ്റെ ഒരു സംശയമാണ്, ഈ ഇങ്ങനെ അത് പുള്ളിയെ മോശമായിട്ടോ പുള്ളിയുടെ ഗെയിം കൊള്ളാത്തോ അങ്ങനൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത്. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരെയൊക്കെ ഇങ്ങനെയുള്ള പരിപാടികളിൽ ഒരുപാട് പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അത് നമ്മൾ ജനങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നല്ല, അതിൻ്റെ അണിയറ പ്രവർത്തകർ. കാരണം അവർക്ക് അവരുടെ ഹെൽത്ത് അല്ലേ മുഖ്യം. അറ്റ് ലാസ്റ്റ് അത് വേണമല്ലോ. അത് ഇങ്ങനൊരു ഷോയിൽ പോയി അത് ഇല്ലാതെ ആവാതിരിക്കട്ടെ. അങ്ങനെ പുള്ളിയുടെ കാര്യത്തിൽ ഒരിക്കലും ഇല്ലാതാവത്തില്ല. പക്ഷെ ഞാൻ പറയുമായിരുന്നു, വേറെ ആര് വന്നാലും ആർക്കൊന്നും പറ്റാതിരിക്കട്ടെ. കാരണം അതത്ര നല്ലൊരു കാര്യമല്ല. ഹെൽത്തൊക്കെ നോക്കിയിട്ടേ എപ്പോഴും ആൾക്കാരെ ഇതിനകത്ത് അങ്ങനെ ആയിരിക്കുമല്ലോ അവരെടുക്കുന്നത്. ഞാൻ ഇവിടെ ഇരുന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്ത് പറ്റി പെട്ടെന്ന് ഷാനവാസിന് അങ്ങനെ ഒരു കേസ്, എന്തോ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പം വേറെ എന്തെങ്കിലും വലിയ ഭാരമുള്ളൊരു സാധനമൊക്കെ കൊള്ളുന്നെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇവിടെ എനിക്ക് തോന്നാം മുഖത്തേക്ക് പാലൊക്കെ ഒഴിച്ചപ്പോൾ പെട്ടെന്ന് ശ്വാസം മുട്ടുമോ അങ്ങനെ ഹെൽത്ത് പരമായിട്ട് എന്ത് വന്നതാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ. ആ മനുഷ്യൻ സേഫായിട്ട് എത്തിയിട്ടുണ്ട്. പുള്ളി സേഫായിട്ട് അതിനകത്ത് നിന്ന് കളിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം പറയുക കേട്ടോ. കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.